മാഡ്ഫൂനാണ്. അതിന് വേണ്ടി 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. 1/2 കിലോ മട്ടൺ ഇതൊരു ചെറിയ പീസായിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനായിരുന്നു. അതിലേക്ക് ഞാൻ മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂണോളം വിനീഗർ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഹാഫ് ലെമൺ ജ്യൂസും ഒഴിക്കുന്നുണ്ട്. ഇത് മട്ടൺ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ചിക്കനൊക്കെ ആണെങ്കിൽ വലിയ പീസായിട്ട് ഒരു ചിക്കൻ ഒരു 5 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. പിന്നെ വേണ്ടത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി ഇതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മട്ടൺ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഈ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ അറബിക് സ്പൈസ് മിക്സ് ആണ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ റെഡിമെയ്ഡ് പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അറബിക് സ്പൈസ് മിക്സ് എന്ന് പറഞ്ഞിട്ട് അത് 2 ടേബിൾ സ്പൂൺ. നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. പിന്നെ 1/4 കപ്പ് ഒലിവ് ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ മട്ടനിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഞാനത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ 15 മിനിറ്റിന് ശേഷം ഞാനത് കുക്കറിലേക്ക് ഇട്ട് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 10 വിസിലടിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇത് കുക്കറിൽ പിന്നെ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മട്ടൺ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇതുപോലെ തന്നെ കുക്കറിലിട്ടൊരു ഞാനിപ്പോൾ മട്ടൺ ആയതുകൊണ്ട് ഒരു 10 വിസിലടിച്ച് വേവിക്കുന്നുണ്ട്. ചിക്കൻ ആണെങ്കിൽ നിങ്ങളതുപോലെ സോഫ്റ്റ് ആവുന്ന രീതിയിൽ വേവിച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് 2 പൊട്ടറ്റോ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതായിട്ട് വെക്കുന്നുണ്ട്. അത് മീതായിട്ട് വെറുതെ വെച്ചാൽ മതിയാവും. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മട്ടനിൽ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ മസാലയിൽ തന്നെ ഇട്ട് വേവിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ചിക്കൻ ആണെങ്കിലും തന്നെ എല്ലാം വിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. മട്ടനും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. പിന്നെ വേണ്ട നമ്മൾ 1/2 കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു 12 അല്ലി വെളുത്തുള്ളി തൊലി കളയാണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്. അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡ്രൈ ലെമൺ 2 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പട്ട, 4 ഏലക്ക, 4 കരയാമ്പൂ. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അളവിൽ തന്നെ വെള്ളം എടുക്കണം നമ്മൾ. പിന്നെ വേണ്ടത് സവോള. ഇത് ഒരു സവോള സ്ലൈസ് ചെയ്ത് വെച്ചത് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മട്ടൺ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മട്ടണിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് വറ്റിച്ചെടുക്കണം. ഇളക്കരുത്, ഇളക്കാണ്ട് പതുക്കെ വറ്റിച്ചെടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എടുത്തു വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടാം. അപ്പോൾ മട്ടനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലോണം വറ്റിക്കണം. എന്താ വെച്ചാൽ റൈസിൽ അല്ലെങ്കിൽ വേവ് കൂടും. പിന്നെ എടുത്തു വെച്ച ഡ്രൈ ലെമൺ അധികമായിട്ട് ഇളക്കണ്ട. അപ്പോൾ മട്ടൺ വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ ഇളക്കാണ്ട് പതുക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. ഇപ്പം എൻ്റെ ഇതിൽ തീരെ വെള്ളമില്ല. ആ മസാല മാത്രം ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി ഡ്രൈൻ ചെയ്യാൻ വെച്ചിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരൊറ്റ വിസിലടിച്ചാണ് ഞാൻ വേവിക്കുന്നത്. അധികം അടിയണ്ട, ഒരൊറ്റ വിസിലടിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിലടിച്ചിട്ട് അത് ഓഫ് ചെയ്യുക. ഫുൾ ആവി പോയതിന് ശേഷം തുറന്നാൽ മതിയാവും. അപ്പോൾ ഫുൾ ആവി പോയതിന് ശേഷം തുറക്കുമ്പോൾ റൈസ് നന്നിട്ട് ഇപ്പോൾ നല്ലോണം ആവിയൊക്കെ പോയി. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. മട്ടനും ഒന്നും കൂടി വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് റൈസ് താഴെയും മുകളിലാണ് അതിൻ്റെ മീറ്റ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ പരന്ന പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊരിച്ച ഉള്ളിയിട്ട് ഗാർണിഷ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ വിട്ട് കിട്ടുന്ന രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.